സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ബുർക്കിന ഫസോയിൽ ക്രൈസ്തവ കൂട്ടക്കൊല തുടർക്കഥ. ഔഗാഡൌഗൌ. ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫസോയിൽ സൈനിക ഭരണകൂടത്തിന്റെ കൊടും ക്രൂരതയിൽ ക്രൈസ്തവ കൂട്ടക്കൊല തുടർക്കഥ. അധികാരത്തിലിരിക്കുന്ന സൈനിക ഭരണകൂടത്തിന്റെ ക്രൂരതയിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുവെങ്കിലും ആഗോള മുഖ്യധാര മാധ്യമങ്ങൾ അവയൊന്നും റിപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറാകുന്നില്ല എന്ന് പൊന്തിഫിക്കൽ സ്വതന്ത്ര മാധ്യമ ശാഖയായ ഫീദസ് റിപ്പോർട്ട് ചെയ്തു. മെയ് മാസം 6-ാം തീയതി മലൗഗൌ ഗ്രാമത്തിലെ 21 പേരെയും ടാംബി ബൗണിമ ഗ്രാമത്തിലെ 130 ആളുകളെയുമാണ് കാരണങ്ങളൊന്നും കൂടാതെ കൊലപ്പെടുത്തിയത്. ഇവരിൽ നിരവധി ഗർഭിണികളും കുട്ടികളും പ്രായമായവരും ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ടവർ എല്ലാവരും ദരിദ്രരും കർഷകരുമായ ക്രിസ്ത്യാനികളാണ്. രാജ്യത്തെ വിവിധ ഗ്രാമങ്ങളിൽ തെരുവുകളിൽ കൊല്ലപ്പെടുന്നവരുടെയും എണ്ണം കഴിഞ്ഞ വർഷങ്ങളിൽ ഏറെ വർദ്ധിച്ചതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് അരങ്ങേറുന്ന പല കൊലപാതകങ്ങൾക്കും സാക്ഷികളുണ്ടെങ്കിലും അവർക്കൊന്നും വെളിയിൽ ശബ്ദിക്കുവാൻ സാധിക്കാത്ത തരത്തിലാണ് സൈനിക ഭരണകൂടം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്ലാമിക സായുധ സംഘങ്ങളിലേക്ക് ബന്ദികളാക്കപ്പെടുന്നവരെ നിർബന്ധപൂർവം കടത്തുന്നതും രാജ്യത്ത് പതിവായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ മുതൽ യൂറോപ്യൻ യൂണിയൻ ബുർക്കിന ഫസോയിലെ സൈനിക അധികാരികളോട് സാധാരണക്കാരുടെ കൊലപാതകങ്ങളിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതുവരെ ഭരണകൂടം മറുപടികൾ നൽകിയിട്ടില്ല. ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ രാജ്യങ്ങളെക്കുറിച്ചുള്ള ഓപ്പൺ ഡേയേഴ്സിന്റെ പട്ടികയിൽ 20ാമതാണ് ബുർക്കിന ഫസോയുടെ സ്ഥാനം. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.